വെൽക്കം ടു കുക്ക് ആൻഡ് സീ വിത്ത് ആൻ മലയാളം. എല്ലാവർക്കും സുഖമാണോ? ഞാൻ 2 ആഴ്ചയായിട്ട് ഇപ്പം വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വയ്യാതെ കിടക്കുമായിരുന്നു, ചിക്കൻ പോക്സ് ആയിരുന്നു. അപ്പം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പം അത്യാവശ്യം കുറഞ്ഞു. അധികം വൈകാതെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ലാത്തത്. ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് വാഴപ്പൂവും വൻപയറും തോരനാണ്. വാഴപ്പൂ എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ വാഴച്ചുണ്ട്, ചിലയിടത്ത് വാഴക്കൂമ്പ്, പിന്നെ വാഴക്കൊടപ്പൻ, അങ്ങനെ ഒരുപാട് പേരിൽ ഇത് പറയുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാഴച്ചുണ്ട് വീട്ടിലുള്ളതാണെങ്കിൽ നമ്മൾ ഒടിച്ചിട്ട് വരും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാം. എന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ മേലെയുള്ള പോളകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഒത്തിരി അങ്ങനെ പൊളിച്ച് കളയണമെന്നില്ല, ഒരു 3-4 പൊളിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ 2 എണ്ണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഈ അറ്റം കണ്ടോ, ഈ മേലെ അറ്റത്തുനിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിലൂടെ അതിൻ്റെ കറയെല്ലാം ഒഴുകി പോയിക്കോളും. ഇത് ഞാനിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറയെല്ലാം ഒഴുകിപ്പോയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തത് വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നെന്ന്. അപ്പം ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഇതിങ്ങനെ കുഞ്ഞായിട്ട് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മറ്റേ കത്തി കൊണ്ട് ഇങ്ങനെ സ്ലൈസായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡാണ്. അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അതും പറ്റിയൊരു സാധനമാണ് ഈ വാഴക്കൂമ്പെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് കുഞ്ഞതാക്കി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് എടുക്കണം. ഞാനിപ്പം ഇത് മുഴുവൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇടാം. ചട്ടി ഇല്ലാത്തവർ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടാലും മതി. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് കുറച്ച് നൂലുണ്ടാവും. ആ നൂലൊക്കെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഈർക്കിലി എടുക്കണം. ഈർക്കിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലയുടെ, നമ്മൾ ചൂലയ്ക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഇതില്ലേ ഈർക്കിലി, അതാണ്. അതല്ലെങ്കിൽ ഒരു കമ്പോ അല്ലെങ്കിൽ കോല് പോലെ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നതും അതിനകത്ത് ഒരുപാട് നൂലുണ്ടാവും. ആ നൂലൊക്കെ ഈ ഈർക്കിലിയിലോട്ട് ചുറ്റി ചുറ്റി വരാൻ തുടങ്ങും. കണ്ടോ, ഇതിനകത്ത് ഇപ്പം നിറയെ നൂല് വന്നിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. ആ തട്ടി കൊടുക്കുമ്പം അരിഞ്ഞിരിക്കുന്ന ആ ചെറുതായിട്ടുള്ളതൊക്കെ ഒന്ന് താഴെ വീണിട്ട് ആ നൂല് മാത്രം വരും. അതിങ്ങനെ കൈ കൊണ്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഇപ്പം അത്യാവശ്യം നൂലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയിപ്പോൾ കുറേ എണ്ണം എടുത്ത് കളഞ്ഞു. ഇതിപ്പോൾ ഒത്തിരി അങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമില്ല, വലുതായിട്ട് കാണുന്നത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തിരുമ്മി വയ്ക്കണം. കണ്ടോ, ഈ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇതിൻ്റെ ആ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് എണ്ണ ചേർത്ത് തിരുമ്മിയെടുക്കുന്നത്. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. 5 ചെറിയുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, എരിവിന് വേണ്ടിയിട്ട് കാന്താരിയാണ് ചേർക്കുന്നത്. ഇത് 5 കാന്താരിയുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാനിവിടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒതുക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് വൻപയറാണ്. ഞാനിവിടെ 250 ഗ്രാം വൻപയർ കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാതെ നോക്കണം, കുഴഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഈ വൻപയറും പിന്നെ തേങ്ങയുടെ മിക്സും എല്ലാം കൂടി ഒന്ന് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ നേരെ കടുക് പൊട്ടുമ്പം അതിനകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ വാഴച്ചുണ്ടിൻ്റെ ഒക്കെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരം വേകേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൻപയർ ഓൾറെഡി വെന്തതാണ്. ബാക്കിയുള്ള സാധനങ്ങൾ ഒരുപാട് നേരം വേണ്ട, കുറച്ച് നേരം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിക്കണം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. സിമ്മിലിട്ടിട്ട് നമുക്കൊരു 8 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പിന്നെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ നല്ല ചൂടുണ്ടാവും. അപ്പം കുറച്ചുകൂടെ ഇതിനകത്ത് ഇരുന്ന് തന്നെ കുറച്ചുകൂടി ഒന്ന് കുക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. ഇനി ബാക്കി ഇതിനകത്ത് ഇരുന്ന് തന്നെ വെന്തോളും. അതുകൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഇരുമ്പ് ചട്ടി അല്ലാത്തവർ വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വാഴപ്പൂ വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.